വളരെ പക്വതയായിരുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡറുടെ അപ്രോച്ചുകളല്ല. കേട്ട പാതി കേൾക്കാത്ത പാതി എടുത്തു ചാടി അഭിപ്രായം പറയും. സുരേഷ് ഗോപി സഹോദരങ്ങളും കൂടി എവിടെ വോട്ടുണ്ട്, പിന്നെ തൃശ്ശൂരിൽ വോട്ടുണ്ടെന്ന് പറയുന്നു. കിട്ടാൻ പ്രയാസമില്ല. കാര്യം 6 മാസം തുടർച്ചയായിട്ട് നമ്മുടെ സ്ഥലത്ത് പോയി താമസിച്ചാൽ അതുകൊണ്ട് ജയിച്ച ആളിന് മാത്രമേ കള്ളവോട്ട് കിട്ടാവൂ അല്ലെങ്കിൽ സെക്കൻഡ് വോട്ട് കിട്ടാവൂ എന്ന് പറയാൻ പറ്റത്തില്ല. ആർക്കും കിട്ടാം. അത് തെളിയിക്കാൻ നമുക്കൊരു മാർഗമില്ല. ഇവിടെ മണിപ്പൂർ വിഷയം നോക്കൂ, ഇപ്പോൾ എവിടെയാണ് കോൺഗ്രസ്? കർഷകരുടെ വിഷയം നോക്കൂ, ആ സമരമേ തീർന്നു പോയി. CIA നമ്മുടെ പൗരത്വ വിഷയം എടുത്ത് നോക്കൂ, അതും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഏത് വിഷയം രാഹുൽ ഗാന്ധി കൊണ്ടുവന്നാലും അത് നനഞ്ഞ പടക്കം പോലെ ആകുന്നതാണ് കാഴ്ച. സുരേഷ് ഗോപി അവിടെ ജയിക്കുവാനുള്ള ഒരുപാട് സ്ട്രാറ്റജികൾ വർക്കൗട്ട് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ താമസിക്കുന്ന ആളുകളെ തൃശ്ശൂർ വന്ന് താമസിക്കാൻ പറഞ്ഞ് അവിടെ ചിലപ്പോൾ വോട്ട് ചേർത്ത് കാണും. രാഹുൽ ഗാന്ധി എടുത്ത വിഷയത്തിൽ കർണാടകത്തിലെ 1-2 വോട്ടുകൾ, ബാംഗ്ലൂരിലെ പറഞ്ഞ വോട്ടുകൾ തെറ്റാണ്. അത് അവസാനം ഇലക്ഷൻ കമ്മീഷന് നോട്ടീസ് കൊടുത്തിട്ട് പുള്ളിക്കാരൻ അതിനകത്ത് പ്രശ്നമായി ചമ്മേണ്ടി വന്നു. കാരണം രാഹുൽ ഗാന്ധി വോട്ട് മോഷണത്തിന്റെ ആരോപണമായി കേന്ദ്രത്തിൽ BJP വോട്ട് മോഷണത്തിന്റെ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അത് എങ്ങും എത്തിയിട്ടില്ല. ഇപ്പം വീണ്ടും പോലീസ് അതുപോലെ കേസായി മൊത്തത്തിൽ. അതായത് രാഹുൽ ഗാന്ധിയെ കൊണ്ട് നടക്കാത്തൊരു കാര്യം എടുത്ത് പൊക്കി കൊണ്ട് വന്നതുപോലെയാണ് ഫീൽ ചെയ്യുന്നത്. പറഞ്ഞത് സത്യമുണ്ടോ കള്ളാണോ എന്ന് നമുക്കറിയത്തില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ സുരേഷ് ഗോപിയുടെ സഹോദരൻ 2 സ്ഥലത്ത് വോട്ട് ചെയ്യുന്ന ആരോപണം BJPക്ക് എതിരായിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ അതിന്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ അതിന്റെ ഒരു അതായത് നമസ്കാരം, ഈ വോട്ടിങ്ങിനെ സംബന്ധിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഞാനൊരു പഴയ രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയായിരുന്നു. ഒരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇലക്ഷനിലൊക്കെ സജീവമായി പങ്കെടുത്തിരുന്നു. ബൂത്ത് ഏജൻ്റൊക്കെ ആയിരുന്നു, ഇന്ന ഏജൻ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഇലക്ഷൻ നോട്ടിഫിക്കേഷന് മുമ്പ് ഓരോ പ്രാവശ്യം ഇപ്പം അതിൻ്റെ പ്രോസസ്സ് നടക്കുന്ന സമയമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഇപ്പോൾ പ്രോസസ്സ് സമയമാണ്. ഇലക്ഷൻ നോട്ടിഫിക്കേഷന് മുമ്പ് ഒരു കരട് വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ കരട് വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്തിട്ട് അവർ ഓരോ വീടാന്തരം പോയി ആരെയൊക്കെ വോട്ടുണ്ട് വോട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വലിയൊരു പ്രോസസ്സ് നടത്തും. എന്നിട്ട് ഇരട്ടിപ്പ് വോട്ടുകളെ സംബന്ധിച്ചൊക്കെ അവർ പരാതി കൊടുക്കുകയും അത് ഇലക്ഷൻ കമ്മീഷൻ മാറ്റുകയും ചെയ്യും. ഇവിടെ ഒരു പ്രശ്നമുള്ള എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ സുരേഷ് ഗോപിയായി ബന്ധപ്പെടുത്തി തന്നെ ഞാൻ പറയാം. സുരേഷ് ഗോപി സഹോദരങ്ങളും കൂടി എവിടെ വോട്ടുണ്ട്, പിന്നെ തൃശ്ശൂരിൽ വോട്ടുണ്ടെന്ന് പറയുന്നു. കിട്ടാൻ പ്രയാസമില്ല. കാര്യം 6 മാസം തുടർച്ചയായിട്ട് നമ്മുടെ സ്ഥലത്ത് പോയി താമസിച്ചാൽ അവിടെ നമുക്ക് വോട്ട് ചേർക്കാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് താമസം മാറ്റി വേറെ സ്ഥലത്ത് പോയാൽ എൻ്റെ യഥാർത്ഥ സ്ഥലം ഇവിടെ അല്ല, ഞാൻ വേറെ ഗ്രാമത്തിൽ നിന്ന് വന്ന് ഇവിടെ താമസിക്കുന്ന ആളാണ്. പക്ഷെ കുറച്ചു കാലം താമസിച്ച് എനിക്ക് ഇവിടെ വോട്ട് ചേർക്കാം. അങ്ങനെ 6 മാസം ഉണ്ടെങ്കിൽ എവിടെയും വോട്ട് ചേർക്കാം. അങ്ങനെ രമേശ് ചെന്നിത്തലയ്ക്ക് ഇരട്ട വോട്ടുണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് നേതാക്കൾക്ക് ഇരട്ട വോട്ടുണ്ട്. അപ്പോൾ ഇരട്ട വോട്ടുണ്ടാവും, ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, 2 വോട്ട് ചെയ്തോ എന്നുള്ളതാണ് വിഷയം. അതിന് വളരെ പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഒരാൾ 2 വോട്ട് ചെയ്താൽ അതൊരു ക്രിമിനൽ ഒഫൻസ് പോലെയാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ രീതി അനുസരിച്ച്. പക്ഷേ ഇരട്ടിപ്പ് വരുന്നതിന് ഇലക്ഷൻ കമ്മീഷനും വലുതായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. എത്ര വോട്ടിംഗ് പരിപാടി നടത്തിയാലും കുറേ വോട്ടുകൾ ചേർക്കപ്പെട്ട് വരും. പക്ഷേ അത് കരട് വോട്ടേഴ്സ് ലിസ്റ്റ് അല്ലെങ്കിൽ പിന്നെ കരട് വോട്ടേഴ്സ് ലിസ്റ്റ് ഇറക്കിയതിന് ശേഷം BLOമാർ, ബ്ലോക്ക് ലെവൽ ഓഫീസർമാർ ബൂത്ത് ലെവൽ ഓഫീസർമാരും മാക്സിമം എന്ത് ചെയ്യണം, വ്യാപകമായ വീടുകൾ പോയി പരിശോധിക്കണം. അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്നു, ബംഗാളിൽ മമതാ ബാനർജി, അങ്ങനെ ഓരോ സ്റ്റേറ്റിലും ഓരോ പാർട്ടികളാണല്ലോ. അല്ല തമിഴ്നാട്ടിൽ സ്റ്റാലിൻ്റെ, അവരെ കൊടുത്തുവിടാൻ പറ്റുള്ളൂ, വേറെ ഉദ്യോഗസ്ഥരില്ലല്ലോ. അവരെന്ത് ചെയ്യും? അവർക്ക് തോന്നുന്ന ആളുകളെയൊക്കെ ചേർക്കും, തോന്നാത്ത ആളുകളെയൊക്കെ ചേർക്കാതെ ഇതിലൊരു കള്ളത്തരം വളരെ വ്യാപകമായി ഉണ്ട്. കള്ള വോട്ടും ഉണ്ട്. ഇത് രണ്ടും ഉണ്ട്, നമുക്കില്ല എന്ന് പറയാൻ കഴിയില്ല. ഇനി നമുക്ക് രാഹുൽ ഗാന്ധിയിലേക്ക് വരാം. രാഹുൽ ഗാന്ധി എടുത്ത വിഷയത്തിൽ കർണാടകത്തിലെ 1-2 വോട്ടുകൾ, ബാംഗ്ലൂരിലെ പറഞ്ഞ വോട്ടുകൾ തെറ്റാണ്. അത് അവസാനം ഇലക്ഷൻ കമ്മീഷന് നോട്ടീസ് കൊടുത്തിട്ട് പുള്ളിക്കാരൻ അതിനകത്ത് പ്രശ്നമായി ചമ്മേണ്ടി വന്നു. കാരണം പുള്ളിക്കാരൻ പറയുന്ന ആ വോട്ടുകൾ അവിടെ ഇല്ല. അവർ വോട്ട് അങ്ങനെ ഇരട്ടിപ്പ് വോട്ട്, ഒരാൾ കർണാടകത്തിലും അദ്ദേഹത്തിന് തന്നെ UP വോട്ടുണ്ടെന്നുള്ളൊരു വാദമായിരുന്നു. അത് പൊളിഞ്ഞുപോയി. പിന്നെ ഈ പറയുന്ന പോലെ ഒരു വീട്ടിൽ വെച്ചിട്ട് ഒരുപാട് പേർക്ക് വോട്ട് വരാറുണ്ട്. അതൊക്കെ വലിയൊരു പ്രശ്നം തന്നെയാണ് രാജ്യത്ത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് പരിഹരിക്കുക എന്നുള്ളത് നമുക്ക് ശരിക്കും നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. ഒരു TN ശേഷൻ എന്ന് പറഞ്ഞൊരു ഇലക്ഷൻ കമ്മീഷണർ ഉണ്ടായിരുന്നു രാജ്യത്ത്, TN ശേഷൻ IAS. അദ്ദേഹമാണ് ഇത്രയെങ്കിലും പരിഷ്കാരം നടപ്പിലാക്കിയത്. അല്ലെങ്കിൽ പിന്നെ വ്യാപകമായി കള്ളവോട്ടും ബൂത്ത് പിടുത്തമൊക്കെ ആയിരുന്നു നേരത്തെ. ഇപ്പോൾ പക്ഷേ ഒരുപാട് കാര്യങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ വോട്ടിൻ്റെ ഇരട്ടിപ്പ് വരാറുണ്ട്. എല്ലാ പാർട്ടികളും എന്ത് ചെയ്യാറുണ്ട്, ഇലക്ഷന് മുമ്പേ ഇങ്ങനെ ആളുകളെ ചേർക്കാറുണ്ട്. ഇത് കണ്ടുപിടിച്ച് മാറ്റുക എന്നുള്ളതല്ലാതെ വേറൊരു നടപടിയുമില്ല. ഇരട്ട വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒന്നിലധികം സ്ഥലത്ത് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കപ്പെട്ടാൽ വലിയ ഒഫൻസാണ്, ക്രിമിനൽ കുറ്റമാണ്. ഇനി സുരേഷ് ഗോപിയുടെ അവിടെ വരുമ്പോൾ, സുരേഷ് ഗോപി അവിടെ ജയിക്കുവാനുള്ള ഒരുപാട് സ്ട്രാറ്റജികൾ വർക്കൗട്ട് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ താമസിക്കുന്ന ആളുകളെ തൃശ്ശൂർ വന്ന് താമസിക്കാൻ പറഞ്ഞ് അവിടെ ചിലപ്പോൾ വോട്ട് ചേർത്ത് കാണും.
അങ്ങനെ ചേർക്കാൻ പറ്റുള്ളൂ. പക്ഷേ സുരേഷ് ഗോപിക്കെതിരെ പറയുന്നത് 10-20 ഒരു 10,000 വോട്ടിൻ്റെ കഥ പറഞ്ഞാൽ പോലും പുള്ളിക്കാരൻ 75,000 വോട്ടുണ്ട്. ഇനി അവിടെ ചേർത്ത എല്ലാ കള്ള വോട്ടുകളും സുരേഷ് ഗോപിക്ക് തന്നെ കിട്ടിയെന്ന് അങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് തോറ്റ ആളിനും കിട്ടാമല്ലോ. ഇപ്പം സുനിൽകുമാറിന് കിട്ടാം, രാഹുൽ ഗാന്ധിക്ക് കിട്ടാം, പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടാം, തോറ്റ ആളിനും കിട്ടാം. അതുകൊണ്ട് ജയിച്ച ആളിന് മാത്രമേ കള്ള വോട്ട് കിട്ടാവൂ അല്ലെങ്കിൽ സെക്കൻഡ് വോട്ട് കിട്ടാവൂ എന്ന് പറയാൻ പറ്റത്തില്ല. ആർക്കും കിട്ടാം. അത് തെളിയിക്കാൻ നമുക്കൊരു മാർഗ്ഗമില്ല ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഇത് കോംപ്ലിക്കേറ്റഡ് ആയ ഒരു വിഷയമാണ്. പിന്നെ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം ഇലക്ഷൻ കമ്മീഷൻ അല്ല പരാതി കൊടുത്തത്, സത്യവാങ്മൂലം കൊടുക്കാൻ പറഞ്ഞിട്ട് സത്യവാങ്മൂലം കൊടുത്തില്ല. അപ്പോൾ അതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. കോടതി പോകാൻ പറഞ്ഞിട്ട് കോടതി പോകാൻ ഇതൊരു പൊളിറ്റിക്കൽ ആയുധമാക്കി കൊണ്ടുപോകാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം ഇങ്ങനെ എടുക്കുന്ന വിഷയങ്ങൾ, അതിപ്പോൾ കർഷകരുടെ വിഷയങ്ങൾ എടുത്താലും പൗരത്വം എടുത്താലും, ഇതിനെ വിജയിപ്പിച്ചെടുക്കുവാനുള്ള ഒരു വിഷയമെടുത്താൽ അത് വിജയിപ്പിച്ചെടുക്കാനുള്ള സംഘടനാ ബലമോ അല്ലെങ്കിൽ ഹോംവർക്കോ പലപ്പോഴും കോൺഗ്രസിന് ഇല്ലാതെ പോകുന്നു. അതുകൊണ്ടാണ് 11 വർഷമായി ഏതെല്ലാം വിഷയം രാഹുൽ ഗാന്ധി എടുത്തിട്ടുണ്ടോ എല്ലാ വിഷയങ്ങളിലും പിറകോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ അവസാനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. മണിപ്പൂർ വിഷയം നോക്കൂ, ഇപ്പോൾ എവിടെയാണ് കോൺഗ്രസ്? കർഷകരുടെ വിഷയം നോക്കൂ, ആ സമരമേ തീർന്നു പോയി. CIA നമ്മുടെ പൗരത്വ വിഷയം എടുത്ത് നോക്കൂ, അതും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഏത് വിഷയം രാഹുൽ ഗാന്ധി കൊണ്ടുവന്നാലും അത് നനഞ്ഞ പടക്കം പോലെ ആകുന്നതാണ് കാഴ്ച. ഇതിന് എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. കാര്യം കേസും വഴക്കുമായിട്ടൊക്കെ കിടക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ എന്തായാലും നോട്ടീസ് കൊടുത്തിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്ക്. എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ കഴിയില്ല. വരും ദിവസങ്ങളിലാണ് ഇതിൻ്റെ ഗുണകരമായിട്ടുള്ള മാറ്റം നമുക്കറിയാൻ കഴിയില്ല. പക്ഷെ അപ്പോഴും എൻ്റെ വാദം ഇലക്ഷൻ കമ്മീഷൻ കുറച്ചുകൂടി സീരിയസ് ആയി എങ്ങനെയാണ് രാജ്യത്ത് ഒരു ഇലക്ഷനിൽ കുറച്ചുകൂടി സുതാര്യമായി ഒരു വോട്ട് മാത്രം ചേർക്കാനുള്ള രീതിയിലേക്ക് വരാൻ പറ്റുക. നമ്മൾ ആധാറിനെ സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ആധാറിനെ സുപ്രീം കോടതി പോലും ഇപ്പോൾ അംഗീകരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ സ്മാർട്ട് കാർഡുകൾ കൊണ്ടുവന്നുകൊണ്ട് ഒരാളിന് ഒരു രാജ്യത്ത് എവിടെ പോയാലും ഒരു വോട്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എങ്ങനെ ഈ കാര്യങ്ങളെ കൊണ്ടുവരാമെന്ന് ഇലക്ഷൻ കമ്മീഷൻ കൂടുതൽ ഗ്രഹപാഠം ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തായാലും ഒന്നിലധികം വോട്ട് ചേർന്ന് പോകുന്നത് ഒരു പാതകമൊന്നുമല്ല, അത് ചിലപ്പോൾ സംഭവിക്കും. പക്ഷേ കള്ള വോട്ട് ചെയ്യുകയാണെങ്കിൽ, ഒന്നിലധികം വോട്ട് ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ ബലത്തിൽ ആരെങ്കിലും ജയിക്കുകയാണെങ്കിൽ അത് വലിയ ഗുരുതരമായ കാര്യമാണ്. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. ഈ ചേർത്ത വോട്ടുകൾ അല്ലെങ്കിൽ കള്ള വോട്ടാണ് ഇരട്ടിച്ച വോട്ടുകൾ ആർക്കാണ് കിട്ടിയതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ചിലപ്പോൾ തോറ്റ സ്ഥാനാർത്ഥിക്കും കിട്ടിയിരിക്കാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ അതിലൊരു ചെറിയ അവസരം ഒരു ചോദ്യം കൂടെ, അതിലൊരു ചെറിയ ഡൗട്ട് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന ഡേറ്റ, ആ പ്രൊജക്ടറിൽ കാണിച്ച ഡേറ്റ, അത് അദ്ദേഹം അത് എവിടുന്ന് കളക്ട് ചെയ്തു അല്ലെങ്കിൽ ഡേറ്റ കിട്ടുമായിരിക്കാം, പക്ഷെ അത് എങ്ങനെ വെരിഫൈ ചെയ്തു എന്നുള്ളൊരു അത് വെരിഫൈ ചെയ്യാൻ അദ്ദേഹം 4 മാസത്തെ ഒരു ഹോംവർക്ക് ചെയ്തതായിട്ടാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കോൺഗ്രസ്സുകാരെ പിടിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ലിസ്റ്റ് എടുക്കുന്നു, അവിടെ നിന്ന് ലിസ്റ്റ് എടുക്കുന്നു, സംശയമുള്ള ലിസ്റ്റുകളെല്ലാം ക്രോസ് വെരിഫൈ ചെയ്യുന്നു. ചിലപ്പോൾ കുറേയൊക്കെ സാമ്പിൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുത്താൽ കിട്ടുമായിരിക്കും. അത് കിട്ടുമായിരിക്കും. പക്ഷേ ഡിജിറ്റൽ രേഖ പുള്ളിക്ക് കൊടുത്തിട്ടുമില്ല, ഡിജിറ്റൽ രേഖ കമ്പ്യൂട്ടർ രേഖ കൊടുത്തിട്ടുമില്ല. അപ്പോൾ മാനുവലായി കിട്ടുന്ന പ്രിൻ്റ് ഔട്ട് വെച്ചാണ് നോക്കിയിരിക്കുന്നത്. പക്ഷെ അതിനകത്ത് ഒരുപാട് അപാകതയുണ്ടെന്നാണ് പറയുന്നത്. അതാ ഞാൻ പറഞ്ഞത്, രാഹുൽ ഗാന്ധി കുറേ കൂടി ഹോംവർക്ക് ചെയ്തുകൊണ്ട് വേണം ഈ വിഷയങ്ങളിലേക്കൊക്കെ എടുത്ത് ചാടാൻ. പക്ഷേ എടുത്ത് ചാടി. ഇപ്പോൾ എന്തായാലും രാഹുൽ ഗാന്ധി ഇപ്പോൾ ഒരു ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു മൂഡിലാണ് നിൽക്കേണ്ടത്. കാരണം കൊണ്ടുവന്ന ആരോപണം തെളിയിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്തം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായി വന്നിരിക്കുകയാണ്. പക്ഷേ പ്രശ്നം അതിനെ പൊളിറ്റിക്കലായി ഡൈവേർട്ട് ചെയ്ത് കൊണ്ട് പോകാനാണ്. പക്ഷെ അങ്ങനെ പോയതുകൊണ്ട് ഈ വിഷയം സക്സസ് ആവില്ല. കാരണം ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ രാഹുൽ ഗാന്ധി തീക്കട്ടെടുത്ത് തല ചൊറിയണ ഒരു അല്ല രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ പ്രശ്നമായി ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്, അല്ല എൻ്റെ നിരീക്ഷണം, ഒരു വളരെ പക്വതയായിരുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡറുടെ അപ്രോച്ചുകളല്ല. കേട്ട പാതി കേൾക്കാത്ത പാതി എടുത്ത് ചാടി അഭിപ്രായം പറയും. ഇപ്പം അദ്ദേഹത്തിൻ്റെ പ്രസംഗ ശൈലി തന്നെ, അദ്ദേഹം അങ്ങനെ പ്രസംഗിക്കാനുള്ള ആളല്ല. കാരണം അദ്ദേഹം പറയുന്ന ഒരു വാക്ക്, അദ്ദേഹം പറയുന്ന ഒരു അക്ഷരം പോലും വളരെ പ്രധാനം. കാരണം ഹീസ് ഓപ്പോസിറ്റ് ലീഡറാണ്. നാളെ കോൺഗ്രസ് വന്നാൽ പ്രധാനമന്ത്രിയാകേണ്ട ആളാണ്. അപ്പോൾ അത്രയും വലിയ പദവിയിലെത്തേണ്ട ആൾ നമ്മളൊക്കെ സംസാരിക്കുന്ന പോലെ ലൂസ് ടോക്ക് നടത്താൻ പാടില്ല. ഓപ്പറേഷൻ സിന്ദൂർ വന്നപ്പോൾ പറഞ്ഞു നരേന്ദ്ര ഷട്ടപ്പ് കട്ട് എന്നൊക്കെ പറഞ്ഞു, മോഡിയെ വിളിച്ച് പറഞ്ഞു, മോഡിയെ വിളിച്ച് ട്രംപ് പറഞ്ഞു, അങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിവെച്ചത് എന്നൊക്കെ പറയുന്ന വളരെ ട്രിക്കി ആയിട്ടുള്ള കയ്യടി കിട്ടാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട്. അത് ഒരിക്കലും ഒരു രാഷ്ട്രീയ ഇത്രയും ഉയർന്ന, പ്രത്യേകിച്ച് നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, എന്തൊരു പാരമ്പര്യമാണ് ആ തലമുറകൾക്ക്. അവിടെ നിന്ന് വരുന്ന ഒരാൾ ഇങ്ങനെ ചില ഗിമ്മിക് പരിപാടികൾ മതിയാക്കണം. വളരെ കൃത്യമായ ഡേറ്റ കൊണ്ടുവന്ന് കൃത്യമായ ഹോംവർക്ക് ചെയ്തുകൊണ്ട് വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യണം. അഡ്രസ്സ് ചെയ്യുന്ന വിഷയത്തിൽ റിസൾട്ട് ഉണ്ടാക്കണം. അതാണ് വളരെ പ്രധാനം.